ഹായ് ഹലോ, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടും സുഖമായിട്ട് ഇരിക്കുകയാണെന്ന് വിചാരിക്കുകയാണ്. നമ്മൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോസൊക്കെ ചെയ്യാറുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നാണ് ഒരു വീഡിയോ ഒക്കെ ചെയ്യാനായിട്ടൊരു മൂഡ് വന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, നമ്മൾ ഒരുപാട് നാൾ മുന്നേ ഞാനൊരു ബ്ലോ ഡ്രൈയും അതേപോലെ തന്നെ ഫ്രണ്ട് സൈഡിലൊരു ബൗൺസിങ് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. നമ്മളുടെ ഇവിടെ വീടിനടുത്ത് തൃശ്ശൂർ തൃപ്രയാർ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് നമ്മൾ പൂജ സ്റ്റെൻസ് എന്ന് പറയുന്ന ഒരു ബ്യൂട്ടി പാർലറിൽ പോയിട്ട് എൻ്റെ മുടിക്ക് ഞാനൊരു മേക്ക് ഓവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഫസ്റ്റ് ടൈമിൽ നമ്മൾ ആ ഒരു മുടിയിൽ ആ ഒരു മേക്ക് ഓവർ ചെയ്തപ്പോൾ എൻ്റെ ഫേസിലൊക്കെ നല്ല പോലെ ചേഞ്ചസ് വന്നിട്ടുണ്ടായിരുന്നു. ഫേസ് കട്ടിലും അല്ലെങ്കിൽ നമ്മൾ ആ മുടിയുടെ സ്റ്റൈലിലൊക്കെ വ്യത്യാസം വരുത്തി, ഹെയർ സ്റ്റൈലൊക്കെ മാറ്റം വരുത്തിയിട്ടാണ് ആ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല പോലെ ഒരു വ്യത്യാസം വന്ന ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇതിന് മുന്നേ ഒരു സ്ട്രൈറ്റനിങ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് സ്ട്രൈറ്റനിങ് ചെയ്തതിൽ ഇഷ്ടമായത് ബ്ലോ ഡ്രൈ ചെയ്തപ്പോഴാണ്. ബ്ലോ ഡ്രൈ മാത്രമല്ല, ഫ്രണ്ട് സൈഡിൽ ഒരു ബൗൺസിങ് കൂടെ കൊടുത്തിട്ടുള്ള ഒരു ട്രീറ്റ്മെൻ്റ് ആയിരുന്നു നമ്മൾ അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനെ ബ്ലോ ഡ്രൈ ചെയ്ത ആ ഒരു മുടിയിൽ നമ്മളെങ്ങനെ ഹെയർ കെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം എന്നുള്ള വീഡിയോ ഞാൻ പിന്നെ നെക്സ്റ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. എങ്ങനെ ആ മുടി കെയർ ചെയ്യണം, ഏതൊക്കെ ഷാമ്പു യൂസ് ചെയ്യാം, അതിന് ഒപ്പം തന്നെ നമുക്കൊരു മാസ്ക്, ഹെയർ മാസ്കും കൂടെ അപ്ലൈ ചെയ്യുന്ന ആ ഒരു വീഡിയോ. അതായത് ഞാനിപ്പോൾ ബ്ലോ ഡ്രൈ ചെയ്തിട്ടുണ്ട്. ആ ബ്ലോ ഡ്രൈ ചെയ്ത മുടിയിൽ ഞാൻ യൂസ് ചെയ്യുന്നത് സാധാ ഷാമ്പു അല്ല, ലോറിയലിൻ്റെ എക്സ്റ്റെൻസോ എന്ന് പറയുന്ന ഷാമ്പും അതിൻ്റെ തന്നെ ഹെയർ മാസ്കുമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് പേർക്കുള്ള കൺഫ്യൂഷനാണ്, ഇപ്പോൾ ഇതുപോലുള്ള ഹെയർ ട്രീറ്റ്മെൻറ്റുകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മുടി ഭയങ്കരമായിട്ട് കൊഴിഞ്ഞു പോകുമോ, അല്ലെങ്കിൽ ആ മുടിയുടെ ടെക്സ്ചറിൽ വ്യത്യാസം വരുമോ, മുടി പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോകുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേർക്ക് ടെൻഷനുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് തന്നെ ഒരുപാട് പേര് പറയുന്നുണ്ട് കേട്ടോ. കാരണം ഇപ്പോൾ ഈ ഒരു ബ്ലോ ഡ്രൈ ആയാലും എന്ത് ട്രീറ്റ്മെൻറ്റ് ആയാലും മുടിയിൽ ഇപ്പോൾ കെരാറ്റിൻ ചെയ്യാം, അതേപോലെ എന്താ പറയുക സ്ട്രൈറ്റനിങ്, അങ്ങനെ ഒരുപാട് ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ മുടിയിൽ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർ ഒരുപാട് ലേഡീസ് ഉണ്ട്. അപ്പോൾ അവർ നമ്മുടെ അടുത്ത് പറയാറുണ്ട്, ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് മുടിക്ക് കംപ്ലയിൻറ്റ് വരുമോ, മുടി നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണോ, അല്ലെങ്കിൽ അത് കെയർ ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് വരുമോ, എക്സ്പെൻസീവ് ആവുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് സംശയങ്ങൾ എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഇത് ചെയ്യാണ്ടിരിക്കുന്നുണ്ട്. ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷേ ചെയ്യാതിരിക്കുന്ന ഒരുപാട് ലേഡീസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട്, അവർക്ക് കുറച്ച് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാനൊരു 8 മാസമായതിന് ശേഷമാണ് ആ ഒരു ബ്ലോ ഡ്രൈയും അതിൽ ആ ഒരു ഹെയർ ബൗൺസിങ്ങും ചെയ്തതിന് ശേഷം, ഒരു 8 മാസത്തിന് ശേഷം ഇപ്പം ഞാൻ വീണ്ടും ഈ പൂജ സ്റ്റെൻസിലേക്ക് പോവുകയാണ്. കാരണം എൻ്റെ മുടി ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ ഒരു 4 ഇഞ്ച് നീളത്തിൽ ഹെയർ ഗ്രോത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഗ്രോത്ത് വന്ന മുടീനെ നമുക്ക് വീണ്ടും അവിടെ ആ ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് പഴയ പോലെ തന്നെ ആക്കാൻ പറ്റും. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യുന്നത്. അത് മുന്നത്തെ ആ ഒരു ഫുള്ളായിട്ട് നമ്മൾ ചെയ്യുന്നതിനേക്കാളും എക്സ്പെൻസ് കുറവാണ് ഈ ഒരു റൂട്ട് ടച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ തൃശ്ശൂർ തൃപ്രയാറുള്ള പൂജ സ്റ്റെൻസിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബ്യൂട്ടി പാർലറിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല അടിപൊളി സെറ്റപ്പാണ്. അതേപോലെ തന്നെ നമുക്ക് എല്ലാവിധ ട്രീറ്റ്മെൻറ്റ്സും ഇവിടെ അവൈലബിൾ ആണ്. സ്കിൻ കെയർ ആയാലും ഹെയർ കെയർ ആയാലും നെയിൽ ആർട്ട് ആയാലും ഹൈഡ്രാ ഫേഷ്യൽ, അങ്ങനെ സ്കിന്നിന് വേണ്ട ഒട്ടനവധി ട്രീറ്റ്മെൻറ്റുകൾ അവൈലബിൾ ആയിട്ടുള്ള ഒരു അടിപൊളി ബ്യൂട്ടി പാർലറാണ് ഈ ഒരു പൂജ സ്റ്റെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ തന്നെയാണ് ഞാൻ ഈ ഒരു ഫസ്റ്റ് ടൈമിൽ ഈ ഒരു ഹെയർ ബൗൺസിങ്ങും അതേപോലെ ബ്ലോ ഡ്രൈയും ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടേക്ക് തന്നെയാണ് നമ്മൾ ഇപ്പോൾ പോകുന്നത്. കാരണം അവിടെ ആകുമ്പോൾ അവർക്ക് നമ്മളുടെ ഒരു ട്രീറ്റ്മെൻറ്റ് എടുത്തോടത്ത് തന്നെ നമ്മൾ ചെയ്യുമ്പോൾ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് നമ്മളുടെ കാര്യങ്ങളൊക്കെ അവർക്ക് മുന്നേ അറിയാം. അപ്പോൾ അത് വെച്ചിട്ട് അവർക്ക് കൂടുതൽ നമ്മളെ അവർക്ക് പരിഗണിക്കാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അവിടേക്കാണ് പോയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ എന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാനിവിടെ ബ്യൂട്ടി റിലേറ്റഡും മേക്കപ്പ് റിലേറ്റഡും സ്കിൻ കെയർ റിലേറ്റഡ് വീഡിയോസൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ചാനലും കൂടെ ഒന്ന് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കൂടാതെ തന്നെ ആ ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോഴാണ് ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കൂടെ വരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നുണ്ടാവും എൻ്റെ മുടിയിൽ ഭയങ്കരമായിട്ട് ടെക്സ്ചറിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ നമ്മളുടെ ആ ഒരു ബ്ലോ ഡ്രൈ ചെയ്ത മുടിയും അതേപോലെ തന്നെ നമ്മളുടെ ഉള്ളിൽ നിന്ന് ഹെയർ ഗ്രോത്ത് വന്ന മുടിയും തമ്മിൽ ആ ടെക്സ്ചറിൽ നല്ല വ്യത്യാസമുണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു മുടി വെച്ചിട്ട് നമുക്ക് ഇപ്പോൾ ഒരു ഫംഗ്ഷന് പോകാനോ മറ്റുള്ളതിന് പോകാനോ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഒട്ടും ഭംഗി ഉണ്ടാവില്ല, കാണാനായിട്ടൊരു രസം ഉണ്ടാവില്ല. അപ്പോൾ നമുക്കിങ്ങനെ ഒരു 4 ഇഞ്ചോ 5 ഇഞ്ചോ ഒക്കെ റൂട്ട് ഇങ്ങനെ വളർന്നു വന്നു കഴിയുമ്പോൾ നമുക്ക് ആ റൂട്ട് ടച്ച് ചെയ്ത് കൊടുക്കാം. ഈ സെയിം ട്രീറ്റ്മെൻറ്റ് തന്നെ വെച്ചിട്ട് റൂട്ട്
ടച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എനിക്ക് ആദ്യത്തെ ആ ഒരു ബ്ലോ ഡ്രൈ ചെയ്ത് തന്നത് വേറൊരുവരുടെ സ്റ്റാഫായിരുന്നു. അപ്പോൾ ഇപ്പോൾ ചെയ്യുന്നത് വേറൊരു കുട്ടിയാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഇവിടുത്തെ പൂജ മാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കാരണം ഇവരുടെ മുടിയുടെ ടെക്സ്ചറും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യാം. ഇപ്പോൾ ഓരോ മുടിക്കനുസരിച്ചും അതിൻ്റെ ആ ഒരു ക്രീം അപ്ലൈ ചെയ്യുന്ന സമയത്തിൽ തന്നെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ അവർ ടെക്സ്ചർ നോക്കിയിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഹെയർ ട്രീറ്റ്മെൻറ്റിന് നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ മുടി ഹെയർ വാഷ് ചെയ്യാണ്ട് വേണം പോകാനായിട്ട്. നമ്മൾ വീട്ടിൽ വാഷ് ചെയ്തിട്ട് പോകേണ്ട ആവശ്യമില്ല. അവിടെ ചെല്ലുമ്പോൾ ഓൾറെഡി അവർ അത് വാഷ് ചെയ്യും. അവരുടേതായ ആ ഷാമ്പും ക്ലെൻസറൊക്കെ ഉപയോഗിച്ചിട്ട് മുടി നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ട്രീറ്റ്മെൻറ്റ് ആരംഭിക്കുള്ളൂ. അപ്പോൾ അതേപോലെ തന്നെ എൻ്റെ മുടിയിലും അവർ വാഷ് ചെയ്തതിന് ശേഷമാണ് ട്രീറ്റ്മെൻറ്റ് ആരംഭിച്ചത്. അപ്പോൾ വാഷ് ചെയ്തതിന് ശേഷം നമ്മുടെ മുടി ഇങ്ങനെ ഓരോ സൈഡായിട്ട് ഇങ്ങനെ വകഞ്ഞെടുത്ത് ക്ലിപ്പുകൾ വെച്ചിട്ട് ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് പിൻ ചെയ്ത് വെച്ചതിന് ശേഷം ഓരോ ലെയറിലും, അതായത് ഒരു സ്ഥലത്ത് മാത്രം മിസ്സാവാൻ പാടില്ല. അപ്പോൾ ഓരോ ലെയറിലും ആ ഒരു ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കലാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ മുടി ഇങ്ങനെ ഓരോന്നായിട്ട് അവർ കുറച്ച് സമയം എടുക്കുന്ന ഒരു പ്രോസസ്സാണ് കേട്ടോ. അപ്പോൾ അതിങ്ങനെ ഓരോന്നായിട്ട് ലെയറായിട്ട് ഇതുപോലെ ഇങ്ങനെ ക്രീംസ് അപ്ലൈ ചെയ്ത് കൊടുത്ത് മുടി ഒന്ന് സെറ്റാക്കി വെക്കും. ഫുള്ളായിട്ട് മുടിയിൽ ഈ ക്രീം അപ്ലൈ ചെയ്ത് ഒരു 30 മിനിറ്റ് അങ്ങനെ ഇരിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു അത് ഓരോരുത്തരുടെ മുടിയുടെ ടെക്സ്ചർ അനുസരിച്ച് 30 ആണോ അല്ലെങ്കിൽ 20 ആണോ 40 ആണോ എന്നൊക്കെ അത് അവരാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ ഒരു 30 മിനിറ്റ് നമ്മൾ അങ്ങനെ ഇരിക്കണം കേട്ടോ. അപ്പോൾ പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഹെയർ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പോകുമ്പോഴും നമ്മൾ സമയം കയ്യിൽ പിടിച്ച് പോകരുത്. കാരണം അതൊരു കുറച്ച് ടൈം എടുക്കുന്ന ഒരു പ്രൊസീജിയറാണ്. ഒരു 5 മണിക്കൂറെങ്കിലും നമ്മൾ ആ ഒരു ടൈം കാൽക്കുലേറ്റ് ചെയ്ത് വേണം, ആ ഒരു സമയം നമ്മൾ മാറ്റി വെച്ച് തന്നെ വേണം നമ്മൾ ഈ ഒരു ട്രീറ്റ്മെൻറ്റും കാര്യങ്ങൾക്കൊക്കെ പോകാനായിട്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് കഴിയില്ല. കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഇപ്പോൾ നമ്മളുടെ മുടി ഇങ്ങനെ ഓരോ ലെയറായിട്ട് എടുത്ത് അതിൽ ക്രീം അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞാൽ തന്നെ കുറച്ച് ലോങ് ആവുന്ന ഒരു പ്രൊസീജിയറാണ്. അപ്പോൾ ആ ഒരു ടൈം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വേണം ഈ ഒരു ട്രീറ്റ്മെൻറ്റിന് പോകാനായിട്ട്. അപ്പോൾ ഈ ഒരു 30 മിനിറ്റിന് ശേഷം പിന്നെയും അവർ നമ്മളുടെ ഹെയർ വാഷ് ചെയ്തെടുക്കും. വാഷ് ചെയ്തതിന് ശേഷം പിന്നെ ആ ഒരു ഹെയറിൽ ബ്ലോ ഡ്രൈ ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ബ്ലോ ഡ്രൈ ഇങ്ങനെ ഇതുപോലെ തന്നെ സെയിം ആണ്. ക്ലിപ്പുകളൊക്കെ ഉപയോഗിച്ച് മുടിയൊക്കെ ക്ലിപ്പ് ചെയ്ത് വെച്ച് ഇങ്ങനെ ഓരോ ലെയറായിട്ട് ഇങ്ങനെ ബ്ലോ ഡ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ബ്ലോ ഡ്രൈ ചെയ്തതിന് ശേഷം ഫ്രണ്ട് സൈഡിൽ ഒരു ബൗൺസിയും കൂടെ എനിക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊരു ട്രേഡ് സീക്രട്ടാണ്, അത് കാണിക്കാൻ പാടില്ല. അപ്പോൾ അത് ഞാൻ പറയുന്നില്ല, അതിങ്ങനെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നവർക്കറിയാം. ആ ഒരു ഫ്രണ്ട് ഭാഗം നല്ലപോലെ ബൗൺസി ആയിട്ടിരിക്കാനുള്ള ആ ഒരു ട്രീറ്റ്മെൻറ്റാണ്. അപ്പോൾ അതും കൂടെ ചെയ്തതിന് ശേഷം പിന്നെ ഈ ചെയ്ത ഈ ട്രീറ്റ്മെൻറ്റുകളൊക്കെ പെർമനൻ്റ് ആയിട്ടിരിക്കാനായിട്ട് ഇവരൊരു ന്യൂട്രലൈസറും കൂടെ നമുക്ക് അപ്ലൈ ചെയ്ത് തരുന്നുണ്ട് മുടിയിൽ. ആ ന്യൂട്രലൈസറും കൂടെ ഇതേപോലെ തന്നെ എല്ലായിടത്തും ഈ ന്യൂട്രലൈസർ അപ്ലൈ ചെയ്തെടുക്കുകയാണ്. ഓരോ ലെയറിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് പിന്നെയും ഒരു 30-40 മിനിറ്റ് അങ്ങനെ വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് പിന്നെയും ഹെയർ വാഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ചെയ്തതിന് ശേഷം മുടിയൊക്കെ ഒന്ന് ജസ്റ്റ് ഉണക്കിയെടുത്ത് അതൊന്ന് സെറ്റ് ചെയ്ത് നമുക്കൊരു സെറമൊക്കെ അപ്ലൈ ചെയ്ത് തന്നിട്ടാണ് നമ്മളെ വിടുന്നത്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. നല്ല അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് നല്ല പോലെ ഇഷ്ടപ്പെട്ടു. നമ്മളുടെ ആ ഒരു ലുക്കിൽ തന്നെ വ്യത്യാസം വന്നു. എപ്പോഴും ലുക്കിലൊരു വ്യത്യാസം വരുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ നമ്മുടെ മുടിയാണ്. മുടി ഒന്ന് ചേഞ്ച് ചെയ്യുക അല്ലെങ്കിൽ ഒന്ന് ഹെയർ സ്റ്റൈൽ മാറ്റിയാൽ തന്നെ നമ്മളുടെ ലുക്കിൽ നല്ല വ്യത്യാസം വരും. അതേപോലെ തന്നെ പിന്നത്തെ ഭാഗം എന്ന് പറയുന്നത് ഐബ്രോസാണ്. ഐബ്രോസും ഒരു നല്ല രീതിയിൽ ഷേപ്പ് ചെയ്ത് അല്ലെങ്കിൽ നല്ല ഒരു ഇതിൽ നിൽക്കുകയാണെങ്കിൽ നമ്മളുടെ ആ ഒരു മുഖത്തിന് തന്നെ നല്ല ഭംഗി തോന്നും. എപ്പോഴും ഒരു മുഖത്തിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഐബ്രോസ് ആണ് കേട്ടോ. അപ്പോൾ ഐബ്രോസ് നിങ്ങൾ ഷേപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മുഖത്തിന് അനുയോജ്യമായ രീതിയിലൊക്കെ ഷേപ്പ് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ മുടി എന്ന് പറയുന്നത് ഹെയർ സ്റ്റൈലും നമ്മുടെ മുഖത്തിന് അനുയോജ്യമായ ഹെയർ സ്റ്റൈലുകൾ തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ഹെയർ കെയർ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യാൻ മടി കാണിച്ചിരിക്കുന്നവർ അല്ലെങ്കിൽ പേടിയായിട്ടിരിക്കുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒരു 1 ടൈം നമ്മൾ ചെയ്യുക. ഒന്ന് റിസ്ക് എടുക്കാതെ നമുക്കൊന്നും നേടാൻ പറ്റില്ല. അപ്പോൾ നമ്മളുടെ മുടിയിൽ ഇപ്പോൾ ഇത് ഇങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്തു, നമ്മളത് മുടി പിന്നെ ഓട്ടോമാറ്റിക്കലി മുടി വളർന്നു വരുമ്പോൾ ആ ഒരു റിസൾട്ടൊക്കെ പോയി നമ്മളെ പഴയ മുടി വരുമല്ലോ. അപ്പോൾ ഒരു തവണ നമുക്ക് ഇതുപോലെ ഒന്ന് നമ്മളുടെ ഒരു മേക്ക് ഓവർ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ചെയ്യാൻ പറ്റുന്ന ട്രീറ്റ്മെൻറ്റുകളൊക്കെ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും കൂടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ കൂടെ ഒന്ന് അടിച്ച് പൊട്ടിച്ചേക്കുക. അപ്പോൾ ഇനിയും ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസായിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.